മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു മൊണ്ണ എനിക്കെതിരെ ഒരു വീഡിയോയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് ആളുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അയച്ചു തരുന്ന ഓരോ ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് പല രീതിയിലാണ്. എന്നിരുന്നാലും കുറച്ച് ആളുകൾ പറയുന്നുണ്ട്, ആന മണ്ടത്തരം അഹങ്കാരത്തിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത് കാണണമെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു മറുപടി കൊടുക്കണ്ട, അതിനൊന്നും അർഹത പോലും ഇല്ലാത്തൊരു മൊണ്ണയാണ്, കൊടുക്കണ്ട എന്നുള്ളതൊക്കെ. എന്നിരുന്നാലും നമ്മൾ ആ വീഡിയോ കണ്ട സമയത്ത് ഒരു കാര്യം അങ്ങ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ മൊണ്ണയൊക്ക നമ്മുടെ കേരള പൊതുസമൂഹത്തിനെ സംബന്ധിച്ച് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ഈ മൊണ്ണയൊക്കെ എന്താണ് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് പൊതുസമൂഹം തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത്തരത്തിൽ ഈ ഒരു മൊണ്ണക്കൊരു മറുപടിയുമായിട്ട് രംഗത്ത് വരുന്നത്. നമുക്കെതിരെ വീഡിയോയുമായിട്ട് രംഗത്തെത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം ഞാൻ നോക്കിയത്. ആ കാരണം എന്ന് പറയുന്നത് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ തമ്പ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് സാക്കിർ നായിക് എന്ന ചെറ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ തലേ ദിവസം ഈ സാക്കിർ നായിക് എന്ന ചെറ്റ രംഗത്തെത്തിയിട്ട് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ആഘോഷങ്ങൾ മുസ്ലിങ്ങൾ പങ്കെടുക്കരുത്, അത് പാടില്ല എന്ന രീതിയിലാണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ബോധമുള്ള ഒരാളും അത് അംഗീകരിക്കില്ലല്ലോ. അതേ രീതിയിൽ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പാണ്. ഈ സാക്കിർ നായിക്കിനൊക്കെ എന്തിനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് പോലും ചോദിച്ച ആളുകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഈ സാക്കിർ നായിക്കിനെയൊക്കെ പിന്തുണക്കുന്ന ഒരുപാട് പരമ ചെറ്റകള് നമ്മുടെ കേരളത്തിലുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനിയാണ് ഇപ്പോൾ നമുക്കെതിരെ വീഡിയോ ആയിട്ട് രംഗത്തെത്തിയ ഈ ആരെ സാക്കിർ നായിക്കിനെ ചെറ്റ എന്ന് പറഞ്ഞതിൽ ഉറഞ്ഞു തുള്ളിയാണ് ഇപ്പോൾ ഈ മൊണ്ണ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ മൊണ്ണ പറയുകയാണ്, സാക്കിർ നായിക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? 100 കോടി ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്, 200 കോടി ആളുകൾ അറിയും. അങ്ങനെയൊക്കെ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ അറിയും. എന്നിട്ട് ഹമാസ് ഭീകര സംഘടനയല്ലാന്ന് ആരെങ്കിലും പറയുമോ? അജാതി മൊണ്ണത്തരം മാത്രം ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്രധാന ഒരു മുന്നോട്ട് വെപ്പുണ്ട്. അതായത് ഈ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ആരെതിർത്തു പറഞ്ഞോ ഇത്തരം തീവ്രവാദ അനുകൂലികളുടെ ആദ്യമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന അറിയോ, അവൻ യുക്തിവാദിയാ, കാഫിറാണ്, അവൻ മതത്തിലുള്ള ആളല്ല, നിരീശ്വരവാദി. അത്തരത്തിലാണ് ഈ മൊണ്ണ വീഡിയോ തുടങ്ങുന്നത് തന്നെ. ഞാൻ വിശ്വാസിയാണോ വിശ്വാസിയല്ലേ എന്നുള്ളത് ഇവനാണോ തീരുമാനിക്കുന്നത്? ഞാനൊരു മതത്തിൽ വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ എൻ്റെ വിശ്വാസ സർട്ടിഫിക്കറ്റ്, ഞാൻ മുസ്ലിമാണ് എന്നുള്ളതിൻ്റെ വിശ്വാസ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവൻ്റെയോ ഇവൻ്റെ വീട്ടുകാരുടെയോ ഇവനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ അനുകൂലികളിൽ നിന്നോ എനിക്കൊരു സർട്ടിഫിക്കറ്റും വേണ്ട. ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ തീവ്രവാദ അനുകൂലികൾക്ക് തന്നെ അവർ അച്ചടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇവരൊക്കെ എന്തോ പറഞ്ഞാലും നമുക്കത് പുല്ലാണ്. അതാണ് യാഥാർത്ഥ്യം ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വിഷയത്തിൽ. ഞാനൊരു ചെറിയ ഭാഗം കൊടുക്കുക, എത്രത്തോളം മൊണ്ണത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, ഇവരൊക്കെ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയണം. നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ ഞാൻ ആ വോയിസ് ഒന്നും ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചെറിയൊരു ഭാഗം. ഇതിപ്പോൾ ഡോക്ടർ സാക്കിർ നായിക് മുസ്ലിങ്ങളോടാണ് പറഞ്ഞത്. അത് പറയുക തന്നെ ചെയ്യും. ആ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ക്രിസ്മസ് ആഘോഷിക്കരുത്. എന്തിനാണ് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത്? ആഘോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്രിസ്ത്യാനികൾക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു ആഘോഷം എന്തിനാണ് ഇപ്പോൾ നമ്മൾ പോയിട്ട് മേരി ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് മുസ്ലിങ്ങളെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് ഡോക്ടർ സാക്കിർ നായിക് പറഞ്ഞത്. അത് ഇനിയും പറയും. നിങ്ങൾ കേട്ടില്ലേ? അതായത് മുസ്ലിങ്ങൾ ആഘോഷിക്കൂല, ആഘോഷിക്കണ്ട എന്ന്. അപ്പോൾ അല്ലാത്തവരൊന്നും മുസ്ലിം അല്ല എന്നാ പറയുന്നത്. ഓക്കെ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം അല്ലേ? കാഫിറാണോ? നിരീശ്വരവാദിയാണോ? യുക്തിവാദിയാണോ? അദ്ദേഹം പങ്കെടുക്കുകയും ആഘോഷമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് മാധ്യമങ്ങളിലൂടെ ചാനലിലൂടെയൊക്കെ വരുന്നുണ്ടല്ലോ. അത് തന്നെയാണ് മുന്നോട്ട് വെക്കേണ്ടതും. അല്ലാണ്ട് സാക്കിർ നായിക്കിനെ പോലെ ഒരു ചെറ്റ അതൊന്നും പാടില്ല എന്ന് പറയുന്നത് അംഗീകരിച്ച് ഈ വ്യക്തി എവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെയൊക്കെ കേരളത്തിൽ നിന്നാണ്, നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് സകല ആളുകൾക്കും അറിയാം. നമ്മളത് സ്ഥിരമായിട്ട് മുന്നോട്ട് വെക്കാറുണ്ട്. ഈ വ്യക്തി എവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഈ രാജ്യവിരുദ്ധ കാര്യങ്ങൾ ഈ വ്യക്തി നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും വൃത്തികെട്ട രാജ്യം നമ്മുടെ രാജ്യമാണെന്നാണ് ഈ വൃത്തികെട്ടവൻ മുന്നോട്ട് വെക്കുന്നത്.
അത്തരത്തിലാണ് ഓരോ വീഡിയോകൾ. നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ തോന്നിയതുപോലെ വീഡിയോ ചെയ്യുന്നൊരു നെറികെട്ടവന, ഒരു പക്കാ നാറിയാണ്. അതായത് തീവ്രവാദത്തെ അനുകൂലിക്കുക, സാക്കിർ നായിക്കിനെ അനുകൂലിക്കുക. ഈ വ്യക്തിയോട് പറയാനുള്ളത്, സാക്കിർ നായിക്കിന്റെ നല്ല നടപ്പ് കൊണ്ടായിരിക്കും സാക്കിർ നായിക്ക് ഈ രാജ്യത്ത് നിന്ന് അങ്ങ് ഒളിച്ചോടിയേ. എന്തിനാ ഈ സാക്കിർ നായിക്ക് ഒളിച്ചോടി അറിയോ? ഈ മൊണ്ണക്കൊക്കെ സാമ്പത്തിക ഇടപാടിലെ പ്രശ്നങ്ങള്, മറ്റു മതങ്ങളെ അവഹേളിച്ച് നാണം കെടുത്തി പരിഹസിച്ച് പ്രസംഗങ്ങള് നമ്മുടെ രാജ്യത്തുടനീളം നടത്തിയതിന്റെ കേസ് ഉണ്ടായിട്ട് NIA പൊക്കുമെന്നുള്ള പേടിയിൽ ഒളിച്ചോടി ഒരുത്തനാ. വലിയ പിന്തുണയ്ക്കുള്ള 100 കോടി പിന്തുണ എന്നൊക്കെ ഈ മൊണ്ണ പറയുന്നത്. അത്ര പിന്തുണയ്ക്കുള്ള ഒരാളായിരുന്നെങ്കിൽ ഇവിടെ അങ്ങ് നിന്നാ പോരായിരുന്നോ? പേടിച്ച് ഒളിച്ചോടിയ ഒരു മൊണ്ണക്ക ഇവരൊക്കെ പിന്തുണയ്ക്കുന്നത്. ഇവൻ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് അവനൊക്കെ ഇങ്ങനെ പിന്തുണച്ച് പോകുന്നുണ്ട്. ഇത്തരം ആളുകളാണ് നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഈ സാക്കിർ നായിക്കൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപകടകാരിയാ. അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട. ഒരു ക്രിസ്മസ് വന്നാൽ, ഒരു ആഘോഷം വന്നാൽ അതിന്റെ തൊട്ടു തലേ ദിവസം ഉണ്ടാവും മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇവനെ പോലെയുള്ള നാറികൾ രംഗത്തെത്തിയോട് പറയും അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇവനൊന്നും ഇവിടെ അല്ല ജീവിക്കുന്നത് തന്നെ, ഇവനൊക്കെ പുറത്ത് എവിടെയോ ജീവിക്കുന്നത്. നമ്മുടെ പൊതുസമൂഹം അങ്ങ് തകർക്കണം, തരിപ്പണാക്കണം, ഇവിടെയുള്ള ആളുകളെ എങ്ങനെ ഭിന്നിപ്പിക്കണം. ഒരു ക്രിസ്മസ് വന്നാൽ, ഒരു ഓണം വന്നാലൊക്കെ ഏത് മതത്തിലുള്ള വിശ്വാസികളാണെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിനുള്ളത്. നിങ്ങളെ ഈ വൃത്തികെട്ടവനെ പോലെയുള്ള ആളുകളുടെ രംഗപ്രവേശനം കൂടിയാണ് ഇത്തരത്തിലുള്ള നിരന്തരം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഏതൊരു ആഘോഷം വന്നാലും ഇമ്മാതിരി കുറെ നെറികെട്ടവന്മാരുണ്ടാവും. ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എന്താണെങ്കിലും. എന്നിട്ട് ഇവൻ പറയാ ഈദിനാരും വരണമോ എന്നില്ല. ഓക്കെ, ഇവന്റെ വീട്ടിലേക്ക് ആരും വരണ്ട, പക്ഷെ അത് മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട എന്നൊന്നും പറയാൻ ഇവനാരാ മുസ്ലിങ്ങളെ കുത്തവകാശം നേടിയിട്ടുണ്ടോ? ഇവനെ പോലെയുള്ള നെറികെട്ടവനൊക്കെ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ കുറെ ആളുകൾ അനുകൂലിക്കുക. ഈ മൊണ്ണയൊക്കെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ ഭിന്നിപ്പുണ്ടാക്കുന്നതിലെ പ്രധാനിയ. അതിലൊന്നും ഒരു തർക്കം വേണ്ട. നിങ്ങൾ കേട്ടില്ല ഈ ഒരു വോയിസ് കൊടുത്തതിൽ തന്നെ, അതായത് ക്രിസ്ത്യാനികൾക്ക് തന്നെ ക്രിസ്മസിന്റെ പ്രസന്റ്. ഇവരാരാ? ഇവൻ ഉത്തരവാദിത്വം കൊടുത്തു ക്രിസ്ത്യൻസിന്റെ കാര്യം നോക്കാൻ? ഇവരാരാ? ഇവൻ കുത്തിരുന്ന് ക്രിസ്ത്യൻസിന്റെ കാര്യം നോക്കാൻ ഇവരാരാണ്? ഇവന് തോന്നിയതുപോലെ, അതായത് ആഗോള ജിഹാദിന്റെ അനുകൂലിച്ചുകൊണ്ട് എന്താണോ ആഗോളതലത്തിൽ പുറത്തിറങ്ങുന്നത് അതിങ്ങനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്നൊരു പരമ നാറിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ മൊണ്ണ എന്നൊക്കെ പറയുന്നത്. ഇവനൊന്നൊരു മറുപടി പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ ഇവനൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ വിഷമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ മൊണ്ണക്കൊരു മറുപടി കൊടുത്തിട്ടുള്ളത്.